അല്ല കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. ഇപ്പം ഞാനിത് അരയ്ക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ ഇരിക്കുന്നവരെയൊക്കെ കണ്ടോ? ഇതൊരു ഊമയാണ് കേട്ടോ. ഊമയെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിനൊക്കെ സംസാരിക്കാനും പറ്റത്തില്ല, കാതും കേൾക്കത്തില്ല. ഇത് ഓൾഡ് ഏജ് ഹോമിലുള്ള ആൾക്കാരാണ്. ഇതൊരു ചർച്ചിൻ്റെ കീഴിലുള്ള ഓൾഡ് ഏജ് ഹോമാണ്. അപ്പോൾ അവിടെ ഉള്ള ഓൾഡ് ഏജ് ഹോമിലുള്ള ആൾക്കാരാണിത്. അപ്പം എനിക്ക് തോന്നി ഇവർക്ക് ഒരു ദിവസത്തെ ഫുഡ്, ഒരു ദിവസത്തെയല്ല, ഒരു നേരത്തെ ഫുഡ് കൊടുക്കാമെന്ന്. അപ്പം ഞങ്ങൾ രാവിലെ ഇഡലിയും ചമ്മന്തിയൊക്കെ കൊടുക്കാമെന്നുള്ള പുറപ്പാടിലാണ് ഞാനും എൻ്റെ അനിയൻ്റെ ഭാര്യയും. അപ്പോൾ ഞങ്ങൾ വെളുപ്പിനെ എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കിയെന്ന് പറഞ്ഞാൽ ഇഡലിയൊക്കെ വെളുപ്പിനെ 4 മണി കഴിഞ്ഞപ്പോഴാണ് ഇഡലി ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതിന് മുന്നേ തേങ്ങാ ചമ്മന്തിയും സാമ്പാറും തക്കാളി ചമ്മന്തിയും വടയൊക്കെ എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോഴാണ് അവർക്ക് ഇങ്ങനെയുള്ള ഫുഡൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ കൊണ്ട് കൊടുത്താൽ പിന്നെ അവിടെ വയ്ക്കുന്ന ചോറും കഞ്ഞിയൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് രാവിലെ ഒരു 7 മണിയായപ്പോൾ ഞങ്ങളവിടെ കൊണ്ടുപോയി കൊടുത്ത് കഴിയുമ്പോൾ അവരെന്നെ എടുക്കുമെന്നറിയാം, നമ്മുടെ പാത്രത്തിലെ ഇതെല്ലാം മാറ്റി അവരുടെ പാത്രത്തിലോട്ടാക്കിയിട്ട് നമ്മുടെ പാത്രം നമ്മുടെ കയ്യിലോട്ട് തിരിച്ചിഞ്ഞ് തരും. അപ്പം ഞാനാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അവർക്കൊക്കെ എന്നെ നല്ലപോലെ അറിയാം. ഇപ്പം ഞാനിവരോട് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അവിടെ 40 പേർക്കാണ് ഞങ്ങൾ ഫുഡ് കൊണ്ടുപോയത് കേട്ടോ. ഇഡലിയും ഈ ചമ്മന്തിയും സാമ്പാറും തക്കാളി ചമ്മന്തിയും വടയൊക്കെ 40 പേർക്കാണ് ഉണ്ടാക്കി കൊണ്ടുപോയത്, ചായയൊക്കെ. അപ്പം അത്രയും പേർക്ക് നമുക്ക് ഉണ്ടാക്കുമ്പം ചിലപ്പം വല്ല തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ അവരോട് പറയുമായിരുന്നു, വല്ല കുഴപ്പമുണ്ടെങ്കിൽ പറയണം. ഈ പുള്ളിക്കാരിയാണ്, സംസാരിക്കാനും പറ്റത്തില്ല, കാതും കേൾക്കത്തില്ല, കണ്ണ് മാത്രം കാണാം. അവർക്ക് ആ ഇഡലിയും കൊണ്ട് ഇരുന്നപ്പോൾ ഭയങ്കര സന്തോഷം. അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം. എന്നാന്ന് പറയുക, ഇവർക്ക് മക്കളും സ്വന്തങ്ങളും ബന്ധുക്കാരും ഒക്കെ ഉണ്ട്. ആരും അവരെ നോക്കത്തില്ല. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കണക്ക് ഓരോ ദിവസവും ഓരോ ആൾക്കാർ വന്നും പോയിട്ടും ഇരിക്കും. ഈ വല്യമ്മ ഒത്തിരി വർഷമായിട്ട് ഇവിടുത്തെ ആളാണ്. പുള്ളിക്കാരിക്ക് 80-90 വയസ്സ് തന്നെ ഉണ്ടാണ്. കണ്ടാൽ പറയത്തില്ല, നല്ല ആക്റ്റീവായിരിക്കും പുള്ളിക്കാരി. എല്ലാവർക്കും ഓരോരോ കഥകളുണ്ട് പറയാനായിട്ട്. മക്കളെ വളർത്തിയതും പഠിപ്പിച്ചതും ജോലി മേടിച്ച് കൊടുത്തതും എല്ലാം കഴിഞ്ഞ് അവർ കല്യാണം കഴിഞ്ഞപ്പോൾ അവരുടെ പാട് നോക്കി അവരങ്ങ് പോയി. ഇവരെ അവർ നോക്കാതെ ഈ ഓൾഡ് ഏജ് ഹോമിൽ ചില ആൾക്കാർ പുറത്തുനിന്നുള്ളവരൊക്കെ ഇവിടെ കൊണ്ട് ചേർത്തിരിക്കുന്നതാണ്. അവരുടെ സന്തോഷം കണ്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഫുഡെല്ലാം കഴിച്ച് നല്ലതായിരുന്നെന്ന് പറഞ്ഞ് അവർ നല്ലതായിരുന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്കും സന്തോഷമായി.